ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കൽക്കി 2898 AD. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുക്കോൺ, ശോഭന, ദുൽഖർ സൽമാൻ, അന്നാബൻ, വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ മികച്ച താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. ചിത്രം ഇന്നലെ 4ാമത്തെ ഞായറാഴ്ച, കൃത്യമായി പറഞ്ഞാൽ 25 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. 2024 തിയേറ്ററിലെത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൽക്കി 2898 AD എന്ന സിനിമ തന്നെയാണ്. ചിത്രത്തിന്റെ 1000 കോടി പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇന്നലെ 25 ദിവസം പൂർത്തിയായപ്പോഴാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ ചിത്രം 1000 കോടി ക്ലബിൽ എത്തപ്പെട്ടിട്ടുള്ളത്. ആദ്യ 24 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 995 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ 25ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് 1005 കോടി രൂപയാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ആധികാരികമായ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം വൈജയന്തി മൂവീസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം 1100 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. 26ാം ദിവസമായ ഇന്ന് ഈ ചിത്രത്തിന്റെ 1100 കോടി പോസ്റ്റർ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ കേരള വിതരണാവകാശം ഏറ്റെടുത്ത ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന് ചിത്രം വമ്പൻ ലാഭമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. 24 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 30 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം നേടിയെടുത്തിരുന്നതെങ്കിൽ 25ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 60 ലക്ഷത്തോളമാണ്. അങ്ങനെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് 30 കോടി 50 ലക്ഷത്തിന് മുകളിലാണ്. കേവലം 5-5.5 കോടി റേഞ്ചിൽ ചിത്രത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയ വേഫെയർ ഫിലിംസിന് വമ്പൻ ലാഭമാണ് നിലവിൽ നേടിക്കൊടുത്തിട്ടുള്ളത്. നിലവിൽ കൽക്കി 2898 AD എന്ന സിനിമ കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ 12 തിയേറ്ററിലെത്തിയ ഇന്ത്യൻ 2 എന്ന സിനിമയിലേക്ക് വന്നാൽ ഇന്നലെ 2ാമത്തെ ഞായറാഴ്ച കൂടിയായ 10 ദിവസമാണ് ഈ ചിത്രം പിന്നിട്ടിരിക്കുന്നത്. 1996 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത ഇന്ത്യൻ സിനിമയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 15 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 5 കോടി 25 ലക്ഷം രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ ചിത്രം അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുക്കുന്നുണ്ട്. നിലവിൽ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ 50 കോടിക്ക് മുകളിലാണ്. ചിത്രം 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 148 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 170 കോടി രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ തിയേറ്റർ വിജയമായി മാറാൻ നേടിയെടുക്കേണ്ടത് 340 കോടി രൂപയാണ്. അതേസമയം ബോളിവുഡിൽ നിന്ന് 2 സിനിമകൾ വമ്പൻ കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒരു സിനിമ ആനന്ദ് തിവാരി സംവിധാനം ചെയ്ത് വിക്കി കൗശൽ നായകനായ ബാഡ് ന്യൂസ് ആണ്. ജൂലൈ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ തൃപ്തി ദ്രിമ്മി, അമ്രി വിർക്ക്, ഫാത്തിമ സന ഷെയ്ഖ്, സന്യ മൽഹോത്ര എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഈ ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 23 കോടി രൂപയാണ്. ഈ ചിത്രം ഓവർസീസ് കളക്ഷനായി 2 ദിവസം കൊണ്ട് 9 കോടിയോളം രൂപ നേടിയെടുത്തിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 32 കോടി നേടിയെടുത്ത ഈ സിനിമ 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയോടെ 50 കോടിക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത്. 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 15 കോടി രൂപയും ഓവർസീസ് കളക്ഷനായി ഏകദേശം 5 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3ാം ദിവസമായ ഞായറാഴ്ച ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 20 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത്. ടോട്ടൽ 3 ദിവസം കൊണ്ട് 52 കോടിയോളം രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുകയാണ്. വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു ബോളിവുഡ് സിനിമ നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച കിൽ ആണ്. കേരളത്തിൽ ഈ ചിത്രം 16 ദിവസം കൊണ്ട് 2 കോടി 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 17ാം ദിവസമായ ഞായറാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 24 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ 17 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 2 കോടി 35 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 16 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 23 കോടി 10 ലക്ഷം രൂപയാണ്. 16 ദിവസം കൊണ്ട് 18 കോടി 35 ലക്ഷം രൂപയാണ് ഈ ചിത്രം ഓവർസീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. അങ്ങനെ 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 41 കോടി 45 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 17ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 1 കോടി 20 ലക്ഷത്തോളം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. അങ്ങനെ ഈ ചിത്രം 17ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച 1 കോടി 40 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. 17 ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 42 കോടി 85 ലക്ഷം രൂപയാണ്. മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ അത്യാവശ്യം മികച്ച കളക്ഷനുമായി മുന്നേറുന്നത് ഇടിയൻ ചന്തു തന്നെയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത് ജൂലൈ 19 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ഞായറാഴ്ച കൂടിയായ ഇന്നലെ 3ാം ദിവസമാണ് പിന്നിട്ടത്.
ചിത്രത്തിൽ ലാലു ലക്സ്, ജോണി ആന്റണി, ലെന, ശ്രീജിത്ത് രവി, രമേഷ് പിഷാരടി, IM വിജയൻ, ബിജു സോപാനം, ഗായത്രി അരുൺ, ജയശ്രീ എന്നിങ്ങനെ നല്ല ഒരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. പക്ഷേ ആദ്യ ദിവസം തന്നെ ഈ ചിത്രം നെഗറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തത്. ആദ്യ 2 ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 30 ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തത്. 3-ാം ദിവസമായ ഞായറാഴ്ച ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 17 ലക്ഷം രൂപയാണ്. നിലവിൽ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 50 ലക്ഷം രൂപ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല. ഈ 5 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.